ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സീതയെ നീ കരയരുത് എന്ന നോവലിൻ്റെ 4-ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് സ്വാഗതം. മുതലാളി സീതയുടെ പേര് ബോധപൂർവം മറച്ചതിൽ നന്ദി മനസ്സാ പറഞ്ഞുകൊണ്ടിരുന്ന രഘുവിന് ശിവൻപിള്ളയുടെ സംസാരം കേട്ടപ്പോൾ മുഖമടച്ച് ഒരടി കൊടുക്കാനാണ് തോന്നിയത്. അയാളുടെ കഴുകൻ കണ്ണുകൾ തറഞ്ഞു നിൽക്കുന്നത് തെല്ലകലെ നിൽക്കുന്ന സീതയിലാണെന്ന് അവൻ കണ്ടു. അയാളുടെ ആ നോട്ടം സീതയും കണ്ടു. അവളെ പെട്ടെന്ന് മിഴികൾ പിൻവലിച്ചു. ശിവൻപിള്ളയുടെ ചിരിമങ്ങി. സീതയുടെ നെഞ്ചിൽ ഒരു തീക്കട്ട വീണു. അധ്യായം 10. 4 മക്കളുള്ള ചീരൻ്റെ മൂത്ത മകളാണ് പൊന്നു. പൊന്നുവിൻ്റെ അമ്മ അവളുടെ 12-ാമത്തെ വയസ്സിൽ മരിച്ചു. അന്നും ഇന്നും ചീരൻ ജോലിക്ക് പോകുന്നില്ല. മെയ്യനങ്ങി പണി ചെയ്യില്ല. കവലയിൽ ഒരു വില്ലേജ് ഓഫീസുണ്ട്. അവിടെ സാധനങ്ങൾ വാങ്ങാനോ എവിടെയെങ്കിലും പോകാനോ ഒക്കെ വില്ലേജ് ഓഫീസർ പറഞ്ഞാൽ ചീരൻ പോകും. ഏത് വിധേനയെങ്കിലും വൈകിട്ട് ഷാപ്പിൽ പോകാനുള്ള പൈസ സമ്പാദിക്കും. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പൊന്നു കൊടുക്കണം. അവളുടെ കയ്യിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ വാവിട്ട് ആരോടും ചോദിക്കുന്നതിന് ചീരന് ഒരു മടിയില്ല. വൈകിട്ടത്തെ കാര്യം നടക്കണം, അത്രമാത്രം. അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പം മുതലേ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന കുഞ്ഞമ്മയായിരുന്നു എല്ലാ തരത്തിലും പൊന്നുവിന് ആശ്രയം. കുഞ്ഞമ്മയോടൊപ്പം 16-ാമത്തെ വയസ്സിൽ പൊന്നു കട്ടക്കളത്തിലിറങ്ങിയതാണ്. അവളുടെ ഇളയ 2 പെൺകുട്ടികളും 10-ാമത്തെ വയസ്സ് മുതൽ അടുത്ത വലിയ വീടുകളിലായിട്ട് അടുക്കള ജോലി ചെയ്യുന്നു. ശമ്പളമൊന്നും അവരാരും കൊടുക്കുന്നില്ല. 2 പേരും പ്രായമാകുമ്പോൾ അവർ തന്നെ പറ്റിയ ചെറുക്കനെ അന്വേഷിച്ച് കല്യാണം ചെയ്തു വിട്ടോളാമെന്നാണ് കരാറ്. പെൺകുട്ടികൾ 2 അതനുസരിച്ച് ജീവിക്കുന്നുണ്ട്. ശമ്പളം കൊടുത്താതെടുത്ത് ചീരൻ കള്ളുപിടിക്കുമെന്ന് പെൺകുട്ടികൾക്കും അവർ നിൽക്കുന്ന വീട്ടുകാർക്കും അറിയാം. ഇളയ പെൺകുട്ടി വീട്ടിലുണ്ട്. പണികളൊക്കെ അവളാണ് ചെയ്യുന്നത്. പെൺമക്കൾ പ്രായമാകുന്നു എന്നോ അവരെ അന്യൻ്റെ കൂടെ പിടിച്ചിറക്കി വിടണമെന്നോ ഉള്ള കാര്യം ചീരൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. നല്ല അച്ചടക്കവും വിനയവും മുഖശ്രീയും ഉണ്ട് പൊന്നുവിന്. ഈ പ്രത്യേകതയാണ് തങ്കയെ ആകർഷിച്ചത്. കളത്തിൽ ഒരുമിച്ച് പണി ചെയ്യുമ്പോൾ തങ്ക ആഗ്രഹിച്ചിട്ടുണ്ട്, എൻ്റെ മാണിക്ക് ഇതുപോലൊരു പെങ്കൊച്ച് വരുമായിരുന്നെങ്കിൽ. അതേക്കുറിച്ച് തങ്ക കുഞ്ഞമ്മയോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ തള്ളയെ കെട്ടിയും ചത്തു, എനിക്കാണെങ്കിൽ ആരോഗ്യം നശിച്ച് രോഗമായി. ചൊവ്വുള്ളൊരു പെൺകുട്ടിയാണ് എൻ്റെ വീട്ടിൽ കയറി വരുന്നെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ 3-ാം പക്കം അവളെന്നെ അടിച്ചിറക്കത്തില്ലേ. എടീ, എന്നാൽ പിന്നെ നിനക്ക് ആ പൊന്നുവിനെ തന്നെ അങ്ങോട്ട് വിളിച്ചാൽ പോരെ, കുഞ്ഞമ്മ ചോദിച്ചു. തങ്ക നിശബ്ദയായി. കാരണം ചീരനെ പോലെ ഉത്തരവാദിത്വ ബോധമില്ലാത്ത ഒരുത്തൻ്റെ കുടുംബത്തിൽ തന്നെ വേണോ തൻ്റെ ഒരേ ഒരു മകൻ പെണ്ണന്വേഷിക്കാൻ? എന്താടി, നിന്റെ നാക്കിറങ്ങിപ്പോയോ? കുഞ്ഞമ്മ ചോദിച്ചു. ഉത്തരത്തേലിരിക്കുന്ന എടുക്കുകയും വേണം, കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്യരുത്. നീ നോക്കിയിരുന്നോ, മഹാലക്ഷ്മിയുടെ മൂത്ത മോള് വരും നിൻ്റെ വീട്ടിലോട്ട്. കുഞ്ഞമ്മയ്ക്ക് ദേഷ്യമായി. അമ്മയും കുഞ്ഞമ്മയും തമ്മിലുള്ള സംസാരം അറിഞ്ഞെങ്കിലും മാണിക്ക് പൊന്നുവിനെ ഇഷ്ടമായിരുന്നു. രഘു വരുന്നത് വരെ വയലിലെ കളത്തിൽ അവർ ഒരുമിച്ചായിരുന്നു പണി. അവർ തമ്മിലുള്ള ബന്ധം ചീരനും അറിയാം. അയാൾക്ക് എതിർപ്പില്ല. തനിക്ക് ബാധ്യതയൊന്നുമില്ലെന്നുള്ള ആശ്വാസമേ ഉള്ളൂ. മാത്രമല്ല, ഇത്തിരി കള്ളു മോന്താനുള്ള വക മാണി ചിലപ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. പൊന്നുവിന് ആക്കാരും ഇഷ്ടമല്ല. അവൾ തട്ടിക്കരും. വേണ്ടിപ്പം അച്ഛന് കുടിച്ച് നശിക്കാൻ വേണ്ടി മണിച്ചേട്ടൻ്റെ കാശ് അങ്ങനെ കൊടുക്കണ്ട. നിന്റെ തന്തയായിപ്പോയില്ലേ? അവൻ ചിരിച്ചു തള്ളും. ദിവസത്തിലൊരിക്കലെങ്കിലും തമ്മിൽ കാണാതിരിക്കാൻ അവർക്കായില്ല. പക്ഷേ ഇപ്പോൾ ദിവസങ്ങൾ 2 കഴിഞ്ഞിരിക്കുന്നു. കുഞ്ഞമ്മയുമൊത്ത് പൊന്നു കല്യാണത്തിന് പോയതാണ്. പെണ്ണ് നീ എന്തിനാ പോകുന്നതെന്ന് അവൻ ചോദിച്ചതാണ്. പക്ഷെ കുഞ്ഞമ്മ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാൻ പൊന്നുവിനായില്ല. അവൾക്ക് അതൊരു പെറ്റ തള്ളയെ പോലെയാണ്. മാണിയെ കാണാനുള്ള ആവേശത്തോടെയാണ് പിറ്റേന്ന് പൊന്നു കുഞ്ഞമ്മയുമൊത്ത് ഇറങ്ങിയത്. എങ്കിലും സീതയുടെ വീടിനടുത്തെത്തിയപ്പോൾ പൊന്നു നിന്നു. തങ്കച്ചേച്ചി, സീത ഒരുങ്ങിയോ? കുടിലിന് മുൻപിൽ വാഴയിൽ നിന്നും പൊന്നുവിൻ്റെ ചോദ്യം വരുന്നു. 2-3 ദിവസങ്ങൾക്ക് ശേഷം പൊന്നു കളത്തിലേക്ക് പോവുക. അവൾ ഒരുങ്ങുക, തങ്ക വിളിച്ചു പറഞ്ഞു. നീ ഇങ്ങോട്ട് കയറി വാ പെണ്ണേ. അങ്ങോട്ട് കയറി ചെല്ലടി, നിൻ്റെ അമ്മായിയമ്മയല്ലയോ വിളിക്കുന്നേ. പൊന്നുവിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കുഞ്ഞമ്മ തങ്കയെ പരിഹസിച്ചു. അയ്യോടി, മരുമകൾക്ക് നേർക്ക് അവളുടെ ഒരു സ്നേഹയെ അങ്ങനെ ഒഴുകുമല്ലേ. ആഹാ തള്ളേ, നിങ്ങളും ഉണ്ടായിരുന്നോ? ഞാൻ ഓർത്തല്ലോ നിങ്ങൾ തുലഞ്ഞെന്ന്. തങ്ക ചിരിയോടെ മുറ്റത്തേക്ക് ഇറങ്ങി. പായസം കൂട്ടി എൻ്റെ 16 അടിയന്തരം ഉണ്ണാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങുമായിരുന്നു അല്ലടി കെട്ടിലമ്മ. കുഞ്ഞമ്മ വിട്ടില്ല. എടീ, കാലിന് പോലും തലവേദനയായി കുഞ്ഞമ്മ. ഒരിക്കലത് ഞാൻ പോത്തിൻ്റെ പുറത്തു കയറി ചുറ്റി വന്നതാ എന്നെ കെട്ടിയെടുക്കാൻ. ഞാനല്ല കക്ഷി. പോകുവേ, തുള്ളപ്പനിയായിരുന്നു എനിക്ക്. ഞാനങ്ങ് തുള്ളി ഇളകിയില്ലേ. ഓ, കാലം മാത്രമല്ല, കൂടെ പോത്തും കൂടി വിറച്ച് കാണും. തങ്ക പൊട്ടിച്ചിരിച്ചു. വിറയ്ക്കോടി. എൻ്റെ കെട്ടിയവനെ അത് ഞാൻ കൊണ്ടുപോയി. കാര്യം ശരി, അത് ഞാൻ പോക്രിയായിരുന്നു. കത്തിമുനയിൽ പോകേണ്ടവനാ, പോയി. അതുപോലാണോ ഞാൻ? ഇമ്മണി പുളിക്കും. ഞാൻ നിൻ്റെ മകൻ്റെയും മകളുടെയും കല്യാണ സദ്യ കൊണ്ട് നിൻ്റെ 16 അടിയന്തരം കണ്ടിട്ടേ തൊലയത്തുള്ളൂ.
അതിന് നിങ്ങളെ ഞാൻ ക്ഷണിച്ചിട്ട് വേണ്ടേ തള്ളേ? തങ്ക ചിരിച്ചു. മക്കളുടെ കല്യാണത്തിന് നീ ക്ഷണിച്ചില്ലെങ്കിൽ ഞാൻ വരും. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ്. പിന്നെ എൻ്റെ 16 അടിയന്തരത്തിന് നിൻ്റെ തലയുണ്ടായിട്ട് വേണ്ടേ ക്ഷണിക്കാൻ? തങ്ക പൊട്ടിച്ചിരിച്ചു പോയി. അമ്പമ്പോ എടി സീതേ വാടി. പൊന്നു മുറ്റത്തേക്ക് കയറി. ആ കണ്ണാടിൻ്റെ മുമ്പിൽ നിന്ന് നീ അങ്ങ് തപസ് ചെയ്യുവാണോടി? നീ ഒന്ന് പോടി എന്ന് പറഞ്ഞുകൊണ്ട് സീത ഇറങ്ങി വന്നു. മുഖത്ത് പൂശിയ പൗഡർ ഒന്നുകൂടി അമർത്തി തുടച്ചുകൊണ്ടാണ് വരവ്. അവളെ അടിമുടി ഒന്ന് നോക്കിയിട്ട് പൊന്നു കമൻ്റ് അടിച്ചു. ഇന്ന് നിന്നെ ഏത് കാമദേവൻ കണ്ടാലും ഒന്ന് കൈത്തോണ്ടാതിരിക്കില്ല. പിന്നെ നമ്മുടെ ആ പൊന്നു പെട്ടെന്ന് നിർത്തി. തങ്ക നിൽക്കുന്നത് കണ്ട് അവൾ സീതയെ കണ്ണിറുക്കി കാട്ടി ചിരിച്ചു. നിങ്ങൾ ഇന്നലെ വന്നോ? സീത ചോദിച്ചു. അതെ, ഇന്നലെ രാത്രിയായി. പൊന്നു കയ്യിലിരുന്ന പൊതി നീട്ടിയിട്ട് പറഞ്ഞു. നിന്റെ വീതം തേണ്ടേ? ഇതെന്തോന്നടി പൊന്നു? കൈ നീട്ടി ആ പൊതി വാങ്ങിയത് തങ്കയാണ്. കല്യാണ വീട്ടിൽ നിന്നാ ചേച്ചി തന്നു വിട്ടതാ. ഇത്തിരി സാധനങ്ങൾ മിച്ചം വന്നു. തങ്ക ചേച്ചി, ഇത് കുറേ ഉപ്പേരിയും പഴമാണ്. കുറച്ചുകൂടെ എടുത്തോ, ബാക്കി കളത്തിൽ കൊണ്ടുപോകാം പൊന്നു പറഞ്ഞു. അത് ശരിയാ, അവിടെ മാണിച്ചേട്ടനുള്ളത് ഇവിടെ വെച്ചേക്ക്. കുഞ്ഞമ്മ കളിയാക്കി. ഈ ചിറ്റമ്മയ്ക്കെന്നാ? പൊന്നുവിന് തങ്കയുടെ സാന്നിധ്യത്തിൽ ഒരു ജാളിത. കുഞ്ഞമ്മയ്ക്ക് നാക്കിന് 2 ഇഞ്ച് നീളം കൂടുതലാണ്. എങ്കിലും തങ്കയ്ക്ക് എന്ത് തോന്നും? ചട്ടമ്പിപ്പര വകുപ്പിൻ്റെ 14 വർഷത്തെ ശിക്ഷണം അല്ല, കുഞ്ഞമ്മയുടെ നാക്കും തൻ്റെ ഇടവും ഏറെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് പരമു അവരെ വിവാഹം ചെയ്തത്. മരിക്കുന്നതിന് മുമ്പ് വരെ നാടിനെ ഉറപ്പിച്ചെങ്കിലും കുഞ്ഞമ്മയെ അയാൾക്ക് ഭയമായിരുന്നു എന്നതാണ് സത്യം. മൂവരും ഒരുമിച്ച് നടന്നു നീങ്ങി. കുഞ്ഞമ്മ തെല്ല് മുൻപോട്ട് നടന്നു നീങ്ങിയപ്പോൾ പൊന്നു അടക്കത്ത് ചോദിച്ചു. എന്നാ ഉണ്ടേ കളത്തിൽ 2 ദിവസത്തെ വിശേഷങ്ങൾ? നിന്റെ രഘു എന്നാ പറയുന്നു? ഒരു വലിയ വിശേഷം ഉണ്ടായിട്ട് പൊന്നു. സ്വരം നന്നേ താത്തി സീത പറഞ്ഞു. അവളുടെ ആ സ്വരത്തിൽ അടങ്ങിയിരുന്ന ഉത്കണ്ഠയും പരിഭ്രമവും വേദനയൊക്കെ പൊന്നുവിന് മനസ്സിലായി. ആകാംക്ഷയോടെ അവൾ പറഞ്ഞു. പറയടി, എന്താ ഉണ്ടായേ? പൊന്നു ചോദിച്ചു. ഇഞ്ചപ്പടർപ്പ് മണിവറയാക്കിയ ആ രഹസ്യമൊഴിച്ച് ബാക്കിയെല്ലാം സീത പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ നാട്ടിലും വീട്ടിലും കട്ടക്കളങ്ങളിലും ഉണ്ടായ എല്ലാ പ്രത്യേകതകളും എല്ലാ വിശേഷങ്ങളും. അവസാനമായി രഘുവിനെ മാണി തല്ലിയതും അവൻ പിണങ്ങിയതും പിന്നെ പിണക്കം തീർന്നതും ചന്ദ്രൻ വീട്ടിൽ വന്നതും കല്യാണം ആലോചിച്ചതും എല്ലാം. അവസാന ഇടർച്ചയോടെ സീത പറഞ്ഞു. ചേട്ടനെ ആ ചന്ദ്രൻ വല്ലാതെ വശപ്പെടുത്തിയിരിക്കുക. അയാളെ വലിയ ഇഷ്ടമാണ് ചേട്ടന്. തങ്കച്ചേച്ചി എന്നാ പറഞ്ഞു? 2 പേർക്കും ഇഷ്ടമായ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. കെട്ട് നടന്നോട്ടെ, നീ അങ്ങ് സമ്മതിച്ചേര്, അലോഹ്യമില്ലല്ലോ എന്ന്. പൊന്നു കളിയാക്കി ചിരിച്ചു. ഒന്നും അറിയാത്ത നാട്യത്തിൽ. സീത ദേഷ്യത്തിൽ ഒറ്റയടി കൊടുത്തു അവളുടെ തോളിനിട്ട്. അവളുടെ മുഖം ചുവന്നിരുന്നു, വല്ലാത്ത ദേഷ്യവും. ആ ഭാവം കണ്ടപ്പോൾ പൊന്നു പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു. തെല്ലു മുമ്പിൽ നടന്നിരുന്ന കുഞ്ഞമ്മ പെട്ടെന്നെ തിരിഞ്ഞു വന്നു. എന്നാടേ അവളുമാരെ വഴിയിൽ വെച്ച് തൊള്ള തുറക്കുന്നേ? അടങ്ങി ഒതുങ്ങി വരാമല്ലേടി? കുഞ്ഞമ്മ ആകെ ദേഷ്യം കടന്ന് ആക്രമിച്ചു. പൊന്നു ചിരി നിർത്തി. വഴിയാണ്, എതിരെ ആളുകൾ വരുന്നു. അതൊന്നും കുഞ്ഞമ്മയ്ക്കൊരു പ്രശ്നമല്ല. എങ്കിലും വിളിച്ചു പറയും, നാണക്കേടല്ലേ. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഇരുവരും വായടച്ച് കൈപൊത്തി. എവിടെയൊക്കെ പ്രായം കഴിഞ്ഞാൽ ഞാനും ഇത്രയായത്. എന്തോന്നാ നിൻ്റെയൊക്കെ ചിരിയും കോലാഹലവും ചിരിയും എന്നെനിക്കറിയാം. മര്യാദയ്ക്ക് ജീവിച്ചാൽ കൊള്ളാം, അല്ലേലേ തന്തയില്ലാത്ത കൊച്ചുങ്ങളായിട്ട് വഴിയെ നടക്കാം. സീത നടുങ്ങിപ്പോയി. അവൾ നെഞ്ചു കൈവച്ചു. തന്തയില്ലാത്ത കൊച്ചുങ്ങൾ? തന്നെ രഘുവട്ടൻ ചതിക്കുമോ? തനിക്കെന്തെങ്കിലും സംഭവിക്കുമോ? അവളുടെ വിളറിയ മുഖം നോക്കിയിട്ട് കാര്യം അറിയാതെ പൊന്നു സാന്ത്വനിപ്പിച്ചു. സാരമില്ല സീതേ, കുഞ്ഞമ്മ അങ്ങനെയൊക്കെ പറയും. ഞാനിന്ന് മണിച്ചേട്ടനെ കാണുമ്പോൾ പറയാം എല്ലാ കാര്യം. എല്ലാന്ന് വെച്ചാൽ സീത പൊന്നുവിൻ്റെ കയ്യിൽ മുറുകി പിടിച്ചു. രഘുവിൻ്റെ കാര്യം സൂചിപ്പിക്കും. മാണിച്ചേട്ടൻ എന്നെ കൊല്ലും. ഇല്ലെന്നേ, ഞാൻ മയത്തിൽ പറയാം. പൊന്നു ഉറപ്പ് കൊടുത്തു. വയലിലെ കളത്തിൽ ചെന്നിട്ട് പൊന്നു ഉപ്പേരിയും പഴവും 2ആയി പകുത്തു. ഒരു പൊതി വയലിൽ വിതരണം ചെയ്തു. മറ്റേ പൊതി മാണിയുടെ കളത്തിൽ കൊടുക്കാനെന്ന വേചനയാണ് അവൾ പോയത്. എങ്കിലും കുഞ്ഞമ്മ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം സത്യാവസ്ഥ എന്തെന്ന്. കൈതക്കാട്ടിലെ കളത്തിൽ ഇങ്ങേയറ്റത്തെത്തിയപ്പോഴേ പൊന്നു കണ്ടു. കട്ട അട്ടിയിടുകയാണ് മാണിയും കൂട്ടരും. അപ്പുറത്തുള്ള ചൂള പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് ലോഡിങ്ങുകാർ കൊണ്ടുപോയി കഴിയുമ്പോഴേക്കും അടുത്ത ചൂള തയ്യാറാക്കേണ്ടതാണ്. ചുറ്റുപാടും കൈത താഴ്ച വളർന്നുണ്ടായിരുന്നു. തഴപ്പായ നെയ്യാനായി ധാരാളം തഴ മുറിച്ചെടുക്കാം. ചന്ദ്രൻ്റെ അമ്മ മുറിച്ചെടുക്കാറുണ്ട്. പണ്ടൊക്കെ തങ്കച്ചേച്ചിയും തഴ മുറിക്കായിരുന്നു. ഇപ്പോൾ പലരും കൊണ്ടുപോകും. തോന്നിയാൽ കുഞ്ഞമ്മയും മുറിക്കും. ശിവൻപിള്ളയുമായിട്ട് ലോഹ്യം കൂടി ചിന്നമ്മയും കൂട്ടരും വരും. ഇത്തരം കാര്യങ്ങളൊന്നും ഭേവിച്ച മുതലാളി ശ്രദ്ധിക്കാറില്ല. കൈതക്കാടിനപ്പുറം കടന്നപ്പോഴേ ദാമോദരൻ പൊന്നുവിനെ കണ്ടു. ദയ് മാണിച്ചേട്ട, ഒരു പൈങ്കിളി ദാണ്ടിതിൽ പറന്നു വരുന്നുണ്ട്. കക്ഷത്തിലൊരു പൊതിയുണ്ട്, നോക്ക്. മാണിച്ചേട്ടൻ അറിയുന്ന പാർട്ടിയാണോ? മാണി നോക്കി. അവൻ കണ്ടു.
റോഡിൽ നിന്നും താഴെ കളത്തിലേക്ക് ഇറങ്ങുന്ന പൊന്നു, അവൻ്റെ സ്വപ്നറാണി. പച്ചപ്പണം തത്ത അവൻ്റെ മനം തുടിച്ചു. ഓ മാണിച്ചേട്ടാ, ആളിന് വലിയ കമ്പാസായി പോയില്ലോ. എത്ര നേരമായി ഞാൻ ഈ വഴിയിൽ നിൽക്കുന്നു, ഒന്ന് നോക്കണമല്ലോ. പരാതി പറഞ്ഞുകൊണ്ടാണ് പൊന്നു കടന്നു വന്നത് തന്നെ. എൻ്റെ പൊന്നു ചേച്ചി അങ്ങനെ പറയല്ലേ, ചെല്ലപ്പൻ ചിരിയോടെ മാണിക്ക് വേണ്ടി വാദിച്ചു. ഇവിടെ ഒരാൾ രാവിലെ വന്നപ്പോൾ മുതൽ സൂചിമൊനയിൽ തപസ്സ, ഒരു മന്ത്രം മാത്രം, പൊന്നുവേ പൊന്നുവേന്ന്. ഞങ്ങളൊക്കെ എത്ര പാടുപെട്ടിട്ടാണ് സൂചിമൊനയെന്ന് താഴെ പിടിച്ചിറക്കിയെന്ന് വെച്ചാൽ അത്ര പാടാ ഒന്ന് പ്രത്യക്ഷപ്പെടാൻ. ചെല്ലപ്പൻ ചിരിയോടെ ചോദിച്ചു. ആരാ? ചെല്ലപ്പൻ തന്നെ ഉത്തരം പറഞ്ഞു. ഹൃദയദേവത. പൊന്നു നാണിച്ചു. അവളെ കളിയാക്കുക എന്നത് മാണിയുടെ കൂട്ടുകാർക്ക് രസമാണ്. നീ പോടാ പുളുവടിക്കാതെ. മാണി അവനെ പിടിച്ചു തള്ളി. അവളുടെ കയ്യിലിരുന്ന പൊതി കാര്യമായി ശ്രദ്ധിച്ചത് ദാമോദരൻ തന്നെയാണ്. പരുന്ത് കോഴിക്കുഞ്ഞിനെ റാഞ്ചുന്ന പോലെ ഒരു കുതിപ്പിന് ദാമോദരൻ ആ പൊതി കൈക്കലാക്കി. ചോനനും ചെല്ലപ്പനും കുഞ്ഞുഞ്ഞും ഒക്കെ ആ പൊതിക്ക് പിന്നാലെ പാഞ്ഞു. ചെല്ലപ്പൻ്റെ ഭാര്യ ഓമന പൊതിയിൽ കണ്ണുവെച്ചു. പൊന്നുവേ, ഇതെന്തോന്നാണ് ഈ പൊതിഞ്ഞു കെട്ടിക്കൊണ്ടുവന്നത്? ഓമന വിളിച്ചു ചോദിച്ചു. ദാമോദരൻ പൊതിയൊഴിച്ചു. ആഹാ അമ്പടാ, പഴവുപ്പേരിയും. എൻ്റെ ചേച്ചി, എത്ര നാളായിട്ടാണ് പഴവുപ്പേരിയൊക്കെ ഇങ്ങനെ കാണുന്നത്? ചെല്ലപ്പൻ രണ്ടുപേരും വായിലിട്ട് കറുമുറ കടിച്ചു നിന്നു. ഓ, ഇത് മുഴുവൻ തിന്നാൽ മാണിയുടെ വയറ് വീർത്താലോ? ചോനനും ഉപ്പേരി പൊതിയിൽ കൈയിട്ടു. ഒരു പഴവും 2 കഷ്ണം ഉപ്പേരിയെടുത്ത് മാണിയുടെ കയ്യിൽ ബലമായി വെച്ചു കൊടുത്തിട്ട് ആ പൊതിയുമായി ചേനനും ദാമോദരനും മണ്ണ് കൊത്തിയിളക്കുന്നിടത്തേക്ക് പാഞ്ഞു. മാണി നഷ്ടബോധത്തോടെ വിളിച്ചു പറഞ്ഞു. എടാ ദ്രോഹികളെ, പരമദരിദ്രവാസികളെ, നിൻ്റെയൊക്കെ വയറിന്ന് വീർത്ത് കൊട്ടൂടാ തീർച്ചയാ. ഓ പൊട്ടിക്കോട്ടെ, ഓടുന്ന വഴിക്ക് തന്നെ ചേനൻ വിളിച്ചു പറഞ്ഞു. എന്നെങ്കിലും ഒരു പൈങ്കിളി കൊണ്ടുവന്ന് എനിക്കും തരുവടാ, അന്ന് നീ പിടിച്ചു പറിച്ചെടുത്തോടാ, ചോനൻ വീണ്ടും വിളിച്ചു പറഞ്ഞു. അവരുടെ ഓട്ടം, ബഹളം, ചിരിയൊക്കെ കണ്ട് പൊന്നു പൊട്ടിച്ചിരിച്ചുപോയി. ഓ വയറന്മാർ! മാണി പിറുവിറുത്തു. അവൻ്റെ നിരാശയും നിൽപ്പും പിറുവിറുപ്പും കണ്ടപ്പോൾ വന്ന ഉദ്ദേശമെല്ലാം മറന്ന് പൊന്നു പൊട്ടി ചിരിച്ചുപോയി. അധ്യായം 11. പൊന്നു. താഴ്ന്ന സ്വരം, സ്നേഹലോലമായ ആ സ്വരം. പൊന്നു മുഖമുയർത്തി, കാതരമായ നോട്ടം. 2 ദിവസം ഞാനങ്ങനെ കഴിച്ചുകൂട്ടിയെന്നറിയാമോ? പരിഭവത്തോടെ പൊന്നു ചോദിച്ചു. ദാണ്ട് കിടക്കണ്. മാണി ചിരിച്ചുപോയി. കല്യാണ സദ്യ ഉണ്ടാകാൻ വേണ്ടി 2 ദിവസം വിരുന്ന് പോയത് നീയല്ലേ? നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഞാനാ പോയെന്ന്. കൊള്ളാം, ഞാനങ്ങനെ 2 ദിവസം കഴിച്ചുകൂട്ടിയെന്ന് നിനക്കറിയാമോ? പൊന്നു ചിരിച്ചു. അവൾ പറഞ്ഞു. അതറിയാവുന്നതുകൊണ്ടല്ലേ ഞാൻ ഓടി വന്നത്. പോകാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടാണോ പോയത്? പൊന്നു തുടർന്നു. പോയില്ലേൽ ചിറ്റമ്മ പിണങ്ങും. അവർക്ക് കൂടെ കൊണ്ടുപോകാൻ മക്കൾ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എന്നെ ഒന്ന് വിളിച്ചാൽ പോകണ്ടായോ? അതിനിപ്പം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞതുപോലെ നീ ആ കുഞ്ഞമ്മയുടെ മകളായിട്ടുണ്ടെന്ന് ഇപ്പോഴത്തെ നിലപാട് അല്ലേ? ഈ അമ്മയും മോളും കൂടി പോയി സദ്യ കൊണ്ടിട്ട് വന്നു. നീ ഇത്തിരി തടിച്ചു പോയിട്ടുണ്ടല്ലോടി പെണ്ണെ. മാണി അവളെ ആപാത ചൂടും ഒന്ന് നോക്കി. പോ മാണിച്ചേട്ടാ. ആ നോട്ടത്തിൽ അടിമുടി പൂത്തൊളിഞ്ഞ ചെണ്ടുമല്ലിയായി. നഖം കടിച്ച് അവൾ ഒളികണ്ണിട്ടൊന്ന് നോക്കി. താഴെ അടുക്കി വെച്ചിരുന്ന കട്ടമേൽ കടന്നിരുന്നു കൊണ്ട് പൊന്നു പതിയെ വിഷയത്തിലേക്ക് കിടന്നു. നാടകീയമായി തന്നെ. ആട്ടെ, ഞാനിവിടെ ഇല്ലാതിരുന്നപ്പോൾ ഇവിടെ കിടന്ന് വലിയ വിലസലായിരുന്നു എന്ന് കേട്ടല്ലോ. എന്നാ കാര്യം? മാണിക്കവളുടെ ചോദ്യം മനസ്സിലായില്ല. ഞാനൊന്നും ചെയ്തില്ല എന്ന നിഷ്കളങ്ക ഭാവത്തിൽ അവൻ നിന്നു. സീത കുളിക്കാൻ പോയെന്നോ ആരോ എത്തി നോക്കിയെന്നോ ഇവിടെ ഒരാളുടെ കൈത്തരപ്പ് തൂത്ത് നോക്കി കേട്ടു. പൊന്നു എങ്ങും തൊടാതെ ചോദിച്ചു. മാണി ഗൗരവത്തിൽ മൂളി. നിമിഷം കൊണ്ടവൻ്റെ ഭാവം മാറി. എന്താ മാണിച്ചേട്ടാ കാര്യം? ഇത്രയ്ക്ക് എന്തുണ്ടായി? പൊന്നു അവൻ്റെ മുഖഭാവം ശ്രദ്ധിച്ച് സൂക്ഷിച്ചാണ് ചോദിച്ചത്. പെണ്ണുങ്ങൾ കുളിക്കുന്നിടത്ത് എത്തി നോക്കേണ്ട കാര്യം ഒരു തെണ്ടിക്കുമില്ല. സീത കുളിക്കുന്നിടത്ത് ഏത് പട്ടിയെ കണ്ടാലും അടിച്ച് ഞാൻ അവൻ്റെ കാലൊടിക്കും. പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് അവൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചിട്ട് സൂക്ഷിച്ചാണ് ചോദിച്ചത്. പൊന്നൊന്ന് നടുങ്ങി. കാര്യം കുഴയുകയാണല്ലോ എന്നോർത്തു. രഘുവിനെയും സീതയും അവൾ മനസ്സാ ശകാരിച്ചു. ഒറ്റയ്ക്ക് കിട്ടിയ സന്ദർഭം 2 പേരും ട്യൂഷൻ ചെയ്തിരിക്കുന്നു. താനുള്ളപ്പോൾ കിട്ടുന്ന സുരക്ഷിതത്വം താനില്ലാത്തപ്പോൾ കിട്ടില്ലെന്ന് കരുതിക്കൊണ്ടിരുന്നു. എന്നിട്ടിപ്പോൾ മോങ്ങുന്നത് എന്തിന്? എങ്കിലും അവൾ സ്വരം താഴ്ത്തിയിട്ടൊന്ന് പരിശ്രമിച്ചു നോക്കാൻ ഉറച്ചു. അയാളൊരു പാവാ ചേട്ടാ, ഒരു നിരുപദ്രവി, നല്ല സ്വഭാവവും. അയാൾ അത്രക്കാരനല്ല. യാതൊരു ദുർച്ചലവും ദുർനടത്തവും ഇല്ലാത്ത നല്ല മനുഷ്യന്. അയാളെ യാദൃശികമായി അത് പഴു പോയതാവും. കള്ളുകൂടി പോലും അയാൾക്ക് വല്ലപ്പോഴേ ഉള്ളൂ. ഓഹോ, ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ അറിഞ്ഞു? മാണിയുടെ ചോദ്യം അല്പം പരിഹാസമല്ലേ? അവൾക്കത് മനസ്സിലായി. പൊന്നു കുഴങ്ങി. അതിപ്പോൾ ആരെങ്കിലും പറയണോ?
എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനല്ലേ. അവളെ തടിതപ്പാൻ നോക്കി. ഞങ്ങൾ ഒന്നിച്ച് പണിയുന്നതല്ലേ. കള്ളു കുടിക്കുന്നവനൊക്കെ ചീത്തയാണോ? പൊന്നുവിന് ഉത്തരം മുട്ടി. അയാൾ വല്ലപ്പോഴുമേ കുടിക്കുമെന്ന് താൻ പറഞ്ഞു. മണിച്ചേട്ടൻ ഈയിടെയായി കുടി ഇത്തിരി കുവർത്തിക്കുമോ? അത് പരാമർശിച്ചാവും താൻ പറഞ്ഞതെന്ന് ധരിക്കുമോ? അവളുടെ ഹൃദയടിപ്പ്. മാണി ഇരുത്തി മൂളി. നീ എന്തിനാണിപ്പോൾ ഈ വക്കാലത്തും കൊണ്ടുവന്നത്? നീ വന്നപ്പോഴേ എല്ലാം ധരിപ്പിച്ച് അവൻ പറഞ്ഞു വിട്ടതാണോ? ഗൗരവസ്വരം. പൊന്നു പരുങ്ങി. അവൾക്ക് രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്നായി. പിന്നെ പെട്ടെന്ന് അവളൊരു ഉപായം കണ്ടെത്തി രക്ഷപ്പെടാനുള്ള വഴി. ഇതാ ഇപ്പോൾ കൂത്ത്. അവൾ ശുണ്ടി ഭാവിച്ചു. ഇതെന്താ മാണിച്ചേട്ടാ ഇങ്ങനെ ചോദിക്കുന്നത്? വക്കാലത്ത് പിടുത്തമല്ല എൻ്റെ തൊഴിൽ. ഞാൻ അറിഞ്ഞതിന് ശേഷം പറഞ്ഞു എന്ന് മാത്രം. പരിഭവത്തോടെ പൊന്നു കൂട്ടിച്ചേർത്തു. അല്ലെങ്കിലും ഞാനിതൊന്നും അറിയേണ്ടെന്നാണോ? സീതയുടെ കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞിട്ടും ഇത്ര നാളായിട്ടും മാണിച്ചേട്ടൻ ഒന്ന് സൂചിപ്പിക്കുക പോലും ചെയ്തോ? ഓ, ഞാനൊരു പൊറ്റ പിടിച്ചോള്. ഞാൻ അറിഞ്ഞില്ലെങ്കിൽ എന്നാ? കൺകോണിൽ നനവുണ്ടായിരുന്നു. അത് കുറുക്കിക്കൊണ്ടു. അമ്പരപ്പോളെ അവളുടെ താടിക്ക് കൈകൊണ്ട് മാണി ഒരു നീട്ടി തട്ട് കൊടുത്തു. പോക്കൃത്തരം പറഞ്ഞാലുണ്ടല്ലോ, കെട്ടിക്കഴിഞ്ഞില്ലെന്നും കരുതണ്ട. ഞാൻ നല്ല വീക്കങ്ങ് തരും. അവന് ശുണ്ടി വന്നു. പൊന്നുള്ളിൽ ചിരിച്ചു. എങ്കിലും പരിഭവം തന്നെ പുറത്തു കാട്ടി. അവനെ പ്രകോപിപ്പിക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യവും. പറഞ്ഞതിപ്പോൾ പിടിച്ചില്ലായിരിക്കും. പിന്നെന്തിനാണ് ചന്ദ്രൻ വീട്ടിൽ വന്നതും നിങ്ങൾ അമ്മയും മകനും ആലോചിച്ചതൊക്കെ? അവൾ തുറുപ്പ് ഷീട്ടിറക്കി. അയാളൊന്ന് വന്നു വെച്ചിട്ട് എന്താടേ? കല്യാണം നടന്നുപോയോ? കല്യാണം നടന്നില്ലെങ്കിലും നിശ്ചയം നടന്നില്ലേ? നിശ്ചയം നടന്നാലും നിന്നോട് പറയാണ്ടിരിക്കോടെ പൊട്ടി. മാണി മയപ്പെട്ടു. എന്നാലും ആലോചന മുറുകിയില്ലേ? ഒന്നുമില്ലടി. അവന് എന്നോടൊരു അഭിപ്രായം പറഞ്ഞു. ഞാനത് അമ്മച്ചിയെ അറിയിച്ചു. യാദൃശ്ചികമായി അവൻ വീട്ടിലൊന്ന് വന്നു. ഇത്രയൊക്കെ ഇവിടെ നടന്നിട്ടുള്ളൂ. മാണി പറഞ്ഞു. സീതയുടെ കാര്യം നിന്നോട് ആലോചിക്കാതിരിക്കുമോ പൊന്നു? കാരണം അക്കാര്യം കഴിയാൻ വേണ്ടി മാത്രമല്ലേ നമ്മൾ നോക്കിയിരിക്കണേ. മാണി ചിരിച്ചു. പൊന്നുവിൻ്റെ മിഴികളിൽ നാണപ്പൂക്കളാണ്. അമ്മച്ചിക്ക് ചന്ദ്രനെ ഇഷ്ടമായി. എൻ്റെ പെങ്ങളെ പോറ്റാനുള്ള കഴിവ് അവനുണ്ടെന്ന് എനിക്കും ബോധ്യമാണ്. അറിയാണ്ടതൊക്കെ അറിഞ്ഞുവെങ്കിലും പൊന്നു ചിരിച്ചു. ആകട്ടെ, നിൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായം എന്തുവാട്ടെ, അത് പ്രശ്നമാക്കണ്ട. പക്ഷേ സീതയുടെ അഭിപ്രായം ചോദിച്ചോ? അവൾക്ക് ഇഷ്ടമാണോ? പൊന്നു ചോദിച്ചു. എന്താ ഇഷ്ടപ്പെടാതെ വരാൻ? അയാൾക്ക് എന്താണൊരു കുറവ്? മാണി ചോദിച്ചു. പൊന്നു പോലെ അവൻ നോക്കും. കല്യാണം നടന്നാൽ പിന്നെ അവൾക്ക് ഈ കട്ടക്കളത്തിൽ അറിയേണ്ടതായിട്ട് വരത്തില്ല. മാണിയുടെ മുഖത്ത് പ്രത്യാശ. അയാൾക്ക് 2 വർഷം മുമ്പ് ഒരു പെണ്ണിനെ വലിയ ഇഷ്ടമായിരുന്നു. പൊന്നു നിർദോഷമായ ഒരു കള്ളം പറഞ്ഞു. ഒരു പ്രേമം എന്ന് പറയുന്നത് വലിയ ആനക്കാരിയാണോ? ഇപ്പോൾ അയാൾക്ക് മറ്റു ബന്ധങ്ങളൊന്നുമില്ലല്ലോ. ഒരുത്തിയെ പ്രേമിക്കുക ഒരു പുരുഷൻ്റെ ജന്മാവകാശമാണ്. ചെറുപ്പക്കാരുടെ ചോരയ്ക്ക് അല്ലെങ്കിൽ എന്താ ഒരു വിശുര്? ഒരു മഹാകാര്യം പറയുന്ന മട്ടിൽ മാണി തുടർന്നു. എന്നിട്ടെന്തേ, അവളെ ചതിച്ചോ? പോകാൻ പറയും. അവൻ ആണുങ്ങളെ പോലെ വേറെ കിട്ടും. ഒരുത്തി ഒരിക്കൽ ചതിച്ചെന്ന് വെച്ച് വേറെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നെവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്നോ? പൊന്നു ചിരിച്ചുപോയി. അവൾ ചോദിച്ചു. ഈ കണക്കിന് ഞാൻ ചതിച്ചാലോ? സംശയമില്ല, മാണി ദൃഢസ്വരത്തിൽ പറഞ്ഞു. ആ നിമിഷം നിന്നെ ഞാൻ കൊന്നുകളയും. പൊന്നു മുഖം പൊത്തി ചിരിച്ചു. അത് കേട്ടപ്പോൾ കൊല്ലും കൊലയും കാലൊടിക്കലും ഒക്കെ തന്നെ. ഇക്കണക്കിന് പേടിച്ചിട്ട് എങ്ങനെ ഒപ്പം കഴിയും? പൊന്നു ചോദിച്ചു. നല്ല ധൈര്യവും പൊന്നു മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി കേട്ടോടി. മാണി ഗൗരവത്തിൽ നിന്ന് മീശ പിരിച്ചു കാട്ടി. അപ്പോൾ പൊന്നു ആലോചിക്കായിരുന്നു. പറഞ്ഞാലോ? എന്തായാലും പ്രതികരണം നോക്കട്ടെ. ആ ദൗത്യ നിർവഹണത്തിനായി ഹംസവേഷം കിട്ടിയാലേ തൻ്റെ വരവ് തന്നെ. എനിക്ക് ആ രഘുവിനെ വലിയ ഇഷ്ടമാണ്. ആണോ? കൂടെ പോകാൻ വല്ല പ്ലാനും ഉണ്ടോ? മാണി പരിഹസിച്ചു. ദേ, ഞാൻ വല്ലതും പറയുവേ, കേൾക്കണോ? പൊന്നു ചോദിച്ചു. പറയ്. രഘുവിനെ ഇഷ്ടമാണ്, പിന്നെ ബാക്കി കേൾക്കട്ടെ. മാണി ചിരിച്ചു. സീതയ്ക്ക് നല്ല ചേർച്ചയാ. പെട്ടെന്ന് മാണി നിശബ്ദനായി. ആ ചന്ദ്രനേക്കാൾ ഭേദം. കണ്ടാൽ യോഗ്യം, ജോലിയിൽ വിദഗ്ധൻ, നല്ല സ്വഭാവവും. ഭയം ഉള്ളിലടക്കി അവൾ വിശദീകരിച്ചു. വേണ്ട. പെട്ടെന്നായിരുന്നു മാണിയുടെ സ്വരം. അത് വേണ്ട. എന്തേ? സീതയുടെ കാര്യത്തിൽ എൻ്റെ അഭിപ്രായത്തിന് തീരെ വിലയില്ലേ? പൊന്നു ചോദിച്ചു വല്ലാത്തൊരു പരിഭവസരത്തിൽ. ഒരു വരത്തൻ ഇവിടെ അങ്ങനെ ആളാവണ്ട. ദൃഢസ്വരം, മാണിയുടെ കനത്ത സ്വരം. പൊന്നുവിൻ്റെ നാവടഞ്ഞു. ഒരു നിമിഷം പെട്ടെന്ന് അവൾ ചോദിച്ചു. ചന്ദ്രൻ വരത്തനല്ലേ? അവൻ്റെ അപ്പനാണ് ഇവിടെ വന്നത്. അവർക്കിപ്പോൾ ഒരു വീടും പതിച്ചു കിട്ടിയില്ലേ? ഇവിടെ താമസിക്കല്ലോ, പിന്നെ എങ്ങനെ വരത്തനാകും? അതുപോലെ രഘുവും വീട് വാങ്ങി വെച്ചാൽ മതിയല്ലോ. പൊന്നു ന്യായം പറഞ്ഞു. വേണ്ട, അവനിവിടെ ആധിപത്യം സ്ഥാപിക്കണ്ട. ഞാനത് സമ്മതിക്കത്തില്ല. വീണ്ടും അതേ സ്വരം. പൊന്നുവിന് വാക്കുമുട്ടി.
അവൻ നിന്നെ ദൂതയച്ചതാണെങ്കിൽ പറഞ്ഞേക്കേ, എൻ്റെ പെങ്ങളെ കെട്ടാൻ ഒരു വരത്തിൻ്റെ ആവശ്യമില്ലെന്ന്. പൊന്നുവിൻ്റെ മനസ്സിൽ ഒരിടുത്തി വീണു. ഉള്ളിലാകെ ഒരു പോച്ചിൽ. അവളുടെ മനസ്സാകെ പെടഞ്ഞു. അധ്യായം 12. ആകാംക്ഷയോടെ അതിലേറെ ഉത്കണ്ഠയോടെ കാത്തിരിക്കുകയായിരുന്നു സീത. അകലെ നിന്ന് വഴിയറമ്പിലൂടെ പൊന്നു ചാടി വരുന്നത് സീത കണ്ടു. കട്ടകളുടെ ഇടയിൽ നിന്നും സീത ചാടിയിറങ്ങി ഓടി വെപ്രാളത്തോടെ. എടിയടി, നീ എങ്ങോട്ടായി പടച്ചോടുന്നേ? കുഞ്ഞമ്മ വിളിച്ചു വെച്ചു. സീത മറുപടി പറഞ്ഞില്ല. അവൾ നിൽക്കാതെ ഓടി. പൊന്നുവിൻ്റെ അടുത്തെത്തിയിട്ടേ നിന്നുള്ളൂ. പൊന്നുവിനെ പിടിച്ചുലച്ചവൾ ചോദിച്ചു, ചേട്ടൻ എന്നാ പറഞ്ഞു പൊന്നു? ഉത്കണ്ഠ കലർന്ന സ്വരം, ആ ഹൃദയത്തിൻ്റെ ഇടിപ്പ് ഒക്കെ പൊന്നു പറഞ്ഞു. എന്താണ് പറയേണ്ടതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. പറഞ്ഞേടി, ചേട്ടൻ എന്നാ പറഞ്ഞു? നീ ഇത്ര ബഹളം വയ്ക്കുന്ന എന്തിനാടി സീതെ? പറയാന്നേ, സാവകാശം വേണ്ടേ? പൊന്നു തടിതപ്പാൻ ശ്രമിക്കുകയാണ്. പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു തുടങ്ങി. സീതയിൽ നിന്നും മുഖം മറയ്ക്കാനെന്നോട്. സീത വിട്ടില്ല. നിലടി, ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി. സീത വാശിയോടെ അവളെ പിടിച്ചു നിർത്തി. ഇത്തിരി അധികാര സ്വരത്തിൽ തന്നെ പറഞ്ഞു, സീതേ, അതേ, മാണിച്ചേട്ടൻ എതിരൊന്നും പറഞ്ഞില്ലടി. പിന്നെ പൊന്നു പരുങ്ങി. എങ്ങനെയാണ് പറഞ്ഞവസാനിപ്പിക്കുക? അവളാകെ പുലിവാല പിടിച്ചതുപോലെ. പിന്നെന്താ, നടത്തിത്തരാമെന്ന് പറഞ്ഞോ? സീതയിൽ ഉത്കണ്ഠയാണ്. അതിപ്പോൾ എടുപടിയെന്ന് എങ്ങനെയാ പറയുന്നേ? പിന്നെ പറ്റത്തില്ലെന്ന് പറഞ്ഞോ? എന്നൊന്നും പറഞ്ഞില്ല. പിന്നെ സീതയ്ക്ക് ശുണ്ടിയായി. നീയൊന്നും അടങ്ങ്, വെപ്രാളം പിടിക്കാതെ. എന്തിനും ഇല്ലേ ഒരു സമയം സമാധാനവും? പൊന്നു വഴുതി മാറാൻ ശ്രമിക്കുകയാണ്. ഇല്ല, നീ ഏതാണ്ട് ഒളിച്ചു പിടിക്കുക. എനിക്കറിയാം. ചേട്ടൻ സമ്മതിച്ചില്ല അല്ലേടി? സീതയുടെ സ്വരത്തിൽ വിറയൽ. ഇല്ല എന്ന് പറഞ്ഞെങ്കിലും പൊന്നുവിൻ്റെ മുഖഭാവം അത് വിളിച്ചറിയിച്ചു. അതാണ് സത്യമെന്ന ഭാവത്തിൽ. പറ്റില്ലെന്ന് പറഞ്ഞോ? സീതയ്ക്ക് തേങ്ങൽ. പൊന്നുവിന് മൗനമാണ്. പറഞ്ഞു അല്ലേ? സീത തകർന്നുപോയി. അവളുടെ മുഖം വാടി, മിഴികൾ നനഞ്ഞു, മനസ്സ് പിടച്ചു. തൂങ്ങിയ മനസ്സും കുരിഞ്ഞ ശിരസും ഇടറിയ പാദങ്ങളുമായി സീത തിരിഞ്ഞു നടന്നു. അതിലേറെ വിഷമത്തോടെ പൊന്നു പിന്തുടർന്നു. അല്ലലറിയാതെ പൂമ്പാറ്റയെപ്പോലെ പാറി നടന്ന പെൺകുട്ടി. പാവം, അവളുടെ മനസ്സിലേക്ക് നിറമുള്ള സ്വപ്നങ്ങൾ കലർത്തിയതിൽ തനിക്കും ഒരു പ്രധാന പങ്കുണ്ടെന്നോർത്തപ്പോൾ പൊന്നുവിനാകെ പുകച്ചിലാണ്. അവർ ആത്മാർത്ഥ സ്നേഹിതരാണ്. അതിലേറെ ഭാവിയിൽ ബന്ധുക്കളാവുന്നവരാണ്. പൊന്നുവിനെ സീതയും സീത പൊന്നുവിനെയും ഇപ്പോഴും നാത്തൂനായി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സീതയുടെ മിഴികൾ തുളുമ്പുന്നത് പൊന്നുവിന് സഹിക്കാനാവുന്നില്ല. വിങ്ങിപ്പൊട്ടിയ ഭാവത്തോടെ അടുത്തെത്തി സീതയോട് കുഞ്ഞമ്മ ചോദിച്ചു, അയ്യോടി, നിനക്കെന്നാ പറ്റി? നിന്റെ വെപ്രാളം ഓട്ടം കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ ഇങ്ങനെ വരുമെന്ന്. പെൺപിള്ളേരായാലും അടങ്ങി ഒതുങ്ങി നിലത്ത് നിൽക്കണടി. അല്ലേലേ ഇതാ അനുഭവം. എരുതിയിൽ എണ്ണ ഒഴിക്കും പോലുള്ള സംസാരം. പൊന്നുവിനത് ഇഷ്ടമില്ല. ഈ ചിറ്റമ്മയ്ക്കെന്നാ മിണ്ടാതിരിക്കാൻ മേലേ? അവൾ ചോദിച്ചു നീരസത്തോടെ. എന്നാൽ കാര്യം പറയടി, നീ രണ്ടും കൂടി വായിൽ വെള്ളവും നിറച്ചിരുന്നാൽ ഞാനെങ്ങനെ അറിയാം? ഞാനെന്നാ ഗണിച്ചെടുക്കണോ? കുഞ്ഞമ്മയ്ക്ക് ആകെ നീരസം. അവർ 2 കട്ട പെറുക്കി ദൂരേക്ക് നീട്ടിയെറിഞ്ഞു. പൊന്നു സാവകാശം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അല്പ ആലോചനയുടെ കാര്യം നിസ്സാരം എന്ന മട്ടിൽ അവർ പറഞ്ഞു, ആ ചന്ദ്രൻ ചെറുക്കുന്ന ആളൊരു ഈശ്വരനാ, നല്ല പണിക്കാരനാ, ഒരു പ്രാരാബ്ധമില്ല. അവൻ്റെ കൂടെ കൂടിയാൽ പരമാനന്ദ. ഓ, അതിപ്പോൾ ചിറ്റമ്മ ഒന്നും പറയാഞ്ഞിട്ടാ അറിയാഞ്ഞത്. പൊന്നു വീണ്ടും എതിർത്തു. എന്നാൽ പിന്നെ നിനക്കവനെ സമ്മതിപ്പിക്കാമായിരുന്നില്ലടി കഴുതേ. അവൾ വലിയ ദൂതാള ചമഞ്ഞ് പോയിട്ട് ഉറി പോലെ തിരിച്ചു വന്നിരിക്കുന്നു. എന്നിട്ട് എന്നെ ഭരിക്കാൻ നടക്കുന്നു. അവനെ കാണുമ്പോൾ വായിൽ നാക്കില്ല. എലി പോലും വരയ്ക്കും. അവൻ്റെ ഇഷ്ടമേ നടക്കൂ. അവൻ്റെ പെങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ നിനക്കെന്നാടി ചൂല കാര്യം? പൊന്നും നിശബ്ദയായി. സീതയുടെ കവിളിലെ കണ്ണീര് ഒലിച്ചിറങ്ങി. കുഞ്ഞമ്മ ശാന്തയായി. അല്ലെങ്കിലും എതിർപ്പുണ്ടായാലേ കുഞ്ഞമ്മ അതും ഇത് പറയും. അവരുടെ ശബ്ദത്തിന് അംഗീകാരം കൊടുക്കുകയും എതിരാളി അംഗീകരിക്കുകയും ചെയ്താൽ അവർ പരമസാധുവാണ്. ഏതായാലും ധൃതി പിടിക്കാണ്ടിരിക്കെ. കാര്യങ്ങളൊക്കെ ഏതാണ്ട് കുഴഞ്ഞ മട്ട. എന്നാലും സാവകാശം പറഞ്ഞ് മനസ്സിലാക്കി ശരിയാക്കാൻ നോക്കാം. നിനക്കിപ്പോൾ എന്താ വേണ്ടത്? കുഞ്ഞമ്മ സീതയുടെ അടുത്തെത്തി. അവളുടെ തോളിൽ കൈവച്ചു. രഘുവിൻ്റെ കൂടെ കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. അതേ നടക്കൂ. ഒരു ചന്ദ്രനും അതിനിടയിൽ വരത്തില്ല. ഞാനാ പറയുന്നത്. കുഞ്ഞമ്മ, നീ സമാധാനപ്പെടും. സീതയ്ക്ക് ആശ്വാസമായി. ഒപ്പം പൊന്നുവിനും. കുഞ്ഞമ്മ പറഞ്ഞതുപോലെ കാര്യം നടന്നിരിക്കും. അതാണ് സത്യം. കടുവയെപ്പോലെ അലറും ആദ്യം, പക്ഷെ കുഞ്ഞമ്മ പൂച്ചയെപ്പോലെ ശാന്തയാണ്. സത്യം വിട്ട് ഒരടി ചലിക്കില്ല. ചതിയും വഞ്ചനയും അവർക്ക് തികച്ചും അജ്ഞാതമാണ്. അവരോട് ചതിയും വഞ്ചനയും കാട്ടിയ അവരത് സഹിക്കുകയില്ല. ഭദ്രകാളിയെപ്പോലെ ഉറഞ്ഞുതുള്ളൂ. അപ്പോൾ തോന്നുന്നതൊക്കെ അത് ചെയ്യുകയും ചെയ്യും. നിനക്ക് രഘുവിനെ തരാമെന്ന് ഉറപ്പായും പറഞ്ഞുപോയി. പക്ഷേ അതെങ്ങനെ സാധിച്ചെടുക്കും എന്നതിനെക്കുറിച്ച് കുഞ്ഞമ്മയ്ക്ക് പോലും നിശ്ചയമില്ല. പറഞ്ഞുപോയി. പറയേണ്ടിയിരുന്നില്ല താനും. ഇനി പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കുന്ന എങ്ങനെ? മാണി പിടിവാശിക്കാരനാണ്. അവനേറെ ഇഷ്ടം ചന്ദ്രനോടാണ്.
രഘുവിനോട് കലിപ്പ് ആദ്യം മുതൽ തന്നെയുണ്ട്. ഇത്തിരി സാമർഥ്യം കൂടുന്നത് ഒരുവൻ നന്നാകുന്നൊന്നും ഒരുത്തനും ഇഷ്ടാവില്ലല്ലോ. എങ്ങനെയും അവനെ തറ പറ്റിക്കാനാ നോട്ടം. തങ്കയ്ക്ക് ആ ചന്ദ്രനെ ഇഷ്ടമാണെന്ന് കേട്ടു. പിന്നെ ഇപ്പോൾ എന്താണൊരു വഴി? പെങ്കൊച്ചിന് വാക്കു കൊടുക്കേണ്ടതില്ലായിരുന്നു. അവൾ തന്നെ വിശ്വസിച്ചിരിക്കില്ലേ? തനിക്കത് കഴിയാതെ പോയാലോ? കുഞ്ഞമ്മയ്ക്ക് ആകെ അസ്വസ്ഥയായി. എന്താടി പെണ്ണുങ്ങളെ, കൊച്ചു വർത്താനം പറഞ്ഞിരുന്നാൽ പണി നീങ്ങണ്ടേ? എപ്പോൾ നോക്കിയാലും നിന്നെയൊക്കെ ഒരു മൂലയിൽ കാണാമല്ലോ. എന്തോന്നാണ് ഇത്രമാത്രം പറയാനുള്ളത്? മതി, ഒക്കെ നിർത്തിവെച്ച് പോയി പണിയാൻ നോക്ക്. വൈകുമ്പോൾ കൈനീട്ടി കൂലി മേടിക്കുന്നതല്ലേ? ശിവൻപിള്ളയുടെ ശകാരം വരുന്ന വഴിയാണ്. അധികാരത്തിൻ്റെ സ്വരം അല്പം ധാർഷ്ട്യം കലർന്ന് പൊട്ടി വീണതുപോലെ ശിവൻപിള്ള. വെള്ള ഷർട്ടും ഡബിളുമുണ്ടുമാണ് വേഷം. ഈയിടെയായി ഇഷ്ടൻ ഇത്തിരി ശൃംഗാരഭാവത്തിലാണ്. തൂവുള്ള വസ്ത്രമേ ധരിക്കും. എപ്പോഴും ശൃംഗാരച്ചിരി ചുണ്ടിലുണ്ടാവും. ആരെയാണാവോ ഈ ദ്രോഹി കണ്ടുവച്ചിരിക്കുന്നത്? സ്വല്പം അസ്വസ്ഥത അല്ലെങ്കിൽ തന്നെ കുഞ്ഞമ്മയെ അപ്പോഴാണ് ശിവൻപിള്ളയുടെ വരവും അധികാരസ്വരവും. കുഞ്ഞമ്മ എടുത്തടിച്ചതുപോലെ പറഞ്ഞു, പണി തീരുന്നില്ലെങ്കിൽ തീരുന്ന പണിക്കുള്ള കൂലിയല്ലേ താൻ തരുന്നുള്ളൂ. ഞങ്ങൾക്ക് കിട്ടാനുള്ളതിൽ നിന്നും പോലും 1-2 രൂപ താൻ വക്രിക്കുകയല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഇരുന്നാലെന്താ നിന്നാലെന്താ? താനെന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? ശിവൻപിള്ളയ്ക്ക് ജാളിതയായി. ഇത്രയും കനത്ത സ്വരത്തിൽ കുഞ്ഞമ്മ തിരിച്ചു പറയുമെന്ന് കരുതിയില്ല, അതും ഈ പെൺകുട്ടിയുടെ മുൻപിൽ വെച്ച്. ശിവൻപിള്ളയെ പിള്ള സാറെന്ന് എല്ലാവരും വിളിക്കും. പക്ഷെ കുഞ്ഞമ്മ ഒരിക്കലും സാറെന്ന് വിളിക്കില്ല. അവർ തമ്മിൽ അടുപ്പത്തിൽ നിന്നാണോ സ്വാതന്ത്ര്യം എന്നാണല്ലോ അവരും പറയുന്നത്. ഒന്നുകിൽ എന്നേക്കാൾ പ്രായത്തിൽ കുറവല്ലേ അയാൾക്ക്, പിന്നെ ഞാനെന്തിനാ സാറേന്ന് വിളിക്കുന്നതെന്നാണ് കുഞ്ഞമ്മയുടെ വാദം. എന്തായാലും ഇടയാൻ നിന്ന കാര്യമില്ലെന്ന് ശിവൻപിള്ളയ്ക്കും അറിയാം. അയാൾ പറഞ്ഞു, എടീ, നിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇവളുമാരുടെ കാര്യമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാഴ്ചയും കണ്ട് നടക്കുമല്ലേ സദാസമയം. അയാളുടെ കഴുകൻ കണ്ണുകൾ സീതയിലും പൊന്നൂലും പതിഞ്ഞു. അവർക്ക് തൻ്റെ സ്പെഷ്യലൊന്നും താൻ കൊടുക്കുന്നില്ലല്ലോ, പിന്നെ എന്നാ ഗുണമധികാരമാണ് താൻ ഈ പറയുന്നത്? കുഞ്ഞമ്മയ്ക്ക് ആകെ കലികേറുകയാണ്. അവർക്കെന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കണമെന്ന് താല്പര്യം തനിക്കുണ്ടെങ്കിൽ ആ പൂതി അങ്ങ് മനസ്സിൽ വച്ചേക്ക്. ആ പരിപ്പ് ഈ കലത്തിൽ വേഗത്തില്ല. പറഞ്ഞേക്കാം. കുഞ്ഞമ്മ വിരലിയുണ്ടി. അടുത്തത് ഇനി ഇവിടെ നിന്നാൽ രക്ഷയില്ലെന്ന് ശിവൻപിള്ളയ്ക്ക് മനസ്സിലായി. അവരെ 3 പേരെയും രൂക്ഷമായി ഒന്ന് നോക്കിയിട്ട് അയാളൊന്ന് ഇരുത്തുമൂളി. പിന്നെ തിരിഞ്ഞു നടന്നു. അയാളെ പോയ വഴിയെ നോക്കി നീട്ടി തുപ്പിയിട്ട് കുഞ്ഞമ്മ പിറുപിറുത്തു. പെണ്ണുങ്ങൾ നിൽക്കുന്നിടം നോക്കി കിന്നരിക്കാൻ വന്നേക്കുന്നു. നരച്ചു നാറിയിട്ടും ഇപ്പോഴും പെൺപിള്ളേരെ കണ്ടാൽ വായിൽ കുഴികുത്തിക്കൊള്ളും. പരനാറി. സീതയുടെ ശ്രദ്ധ അതിലെങ്ങുമായിരുന്നില്ല. അവൾക്ക് രഘുവിനെ ഒറ്റയ്ക്കൊന്ന് കാണണം. മാണിയുടെ നിലപാട് വിശദീകരിക്കണം. വീട്ടിലെ തീരുമാനങ്ങൾ പറയണം. ചന്ദ്രനെക്കുറിച്ചും പറയണം. അതിനെന്താ വഴി? രഘു അവിടെ? അവൾ നോക്കി. കളത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്ന് മണ്ണിളക്കിയാണ് അവൾ അവസരം നോക്കിയിരുന്നു എന്ന് പറയാൻ. നെഞ്ചിലെ തീയൊന്ന് അണയ്ക്കാൻ, ആശ്വാസത്തിന് ഇത്തിരി കുളിർജലം ലഭിക്കാൻ. വൈകുന്നേരം വരെ അതിനൊരു അവസരം കിട്ടിയില്ല. രഘു മനഃപൂർവ്വം വഴുതി മാറുകയാണോ? കുഞ്ഞമ്മയുടെ അടുത്തോ പൊന്നുവിൻ്റെ അടുത്തോ രഘു വന്നില്ല. വന്നിരുന്നെങ്കിൽ സൂചിപ്പിക്കാമായിരുന്നു. വൈകുന്നേരമായി. കുളിക്കാൻ ആറ്റിലേക്ക് പോകുമ്പോൾ സീത കരുതി ആറ്റിറമ്പിലെ ആ ഇഞ്ചപ്പടപ്പിനരികിലേക്ക് രഘുവിനെ ക്ഷണിക്കണമെന്ന്. പക്ഷേ കളത്തിലാകെ തിരിഞ്ഞു. രഘുവിനെ കണ്ടില്ല. അധ്യായം 13. നെഞ്ചു ഉരുകി കത്തുന്ന നൊമ്പരത്തോടെ സീത നടന്നു ആറ്റുതീരത്തേക്ക്. ഒപ്പം പൊന്നും കുഞ്ഞമ്മയുണ്ട്. അന്നൊരു വൈകുന്നേരം ആറ്റുതീരത്തെ ഇഞ്ചപ്പടപ്പിനുള്ളിൽ വെച്ച് നടന്ന ആ സംഭവം ആൾക്കാരോട് പറയാനാവുന്നില്ല. പൊന്നുപോലും അതറിഞ്ഞ അവളെ വെറുക്കും, കുറ്റപ്പെടുത്തും. സീതയുടെ ഉള്ളിൽ തന്നെ ആ കുറ്റബോധവും ഭീതിയും അമർന്നു ഞെരിയുകയാണ്. രഘുവുമായുള്ള വിവാഹം ഉടനെ നടന്നേ തീരൂ. നടന്നില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഈശ്വര, പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് ഫലം? ഒരു മരപ്പാവ കണക്ക് വയലിലൂടെ വരമ്പത്തിലൂടെ നടക്കുകയായിരുന്നു. സീതയുടെ ഉള്ള് പെട്ടെന്ന് ഒരു തുടിപ്പായിരുന്നു. അകതാരിൽ ആഹ്ലാദത്തിൻ്റെ തിരതലിൽ. അങ്ങകലെ ആറ്റുതീരത്തെ ഇഞ്ചപ്പടപ്പിനപ്പുറത്ത് ആഞ്ഞിലമരച്ചോട്ടിൽ അവൻ, രഘു. പറന്ന സവിധത്തിലെത്താൻ അവൾ കൊതിച്ചു. അടുത്ത് ചെന്നപ്പോൾ കുഞ്ഞമ്മ ചോദിച്ചു, നീ എന്നാടാ രഘുവേ ഇവിടെ കാവൽ നിൽക്കുന്നത് എന്നെ ഭാവിച്ച? ഇനിയും തല്ലുപടിക്കാനാണോ നിൻ്റെ പ്ലാന്? രഘു വെറുതെ ചിരിച്ചു. പിന്നെ പറഞ്ഞു, ഒരു ചെറിയ കാര്യം പറയാനാ സീതയോട്. ആറ്റിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആ വലിയ മരം, ആ മരച്ചുവട്ടിൽ രഘു നിന്നു. മുൻപിൽ അവളും. ഇടനെഞ്ച് പൊട്ടിയടരുന്നത് പോലെ സീത അവളുടെ സങ്കടം പറഞ്ഞു. നമ്മൾ എന്നാ ചെയ്യാനാ ചേട്ടാ? എന്നെ വേറെ ആരും കെട്ടണ്ട. ചേട്ടൻ എന്നെ കൊണ്ടുപോകുമോ? അവനെ മാത്രം സ്നേഹിക്കുന്ന, ധ്യാനിക്കുന്ന, അവനായി മാത്രം അവൾക്കുള്ള വിലപ്പെട്ടതെല്ലാം സ്വത്തെല്ലാം കാഴ്ചവെച്ച അവളാണ് ചോദിക്കുന്നത്. അവൻ്റെ മാത്രം സീത. മറുപടി പറഞ്ഞു വെക്കൂ. പക്ഷെ അവനെന്ത് പറയാൻ? അന്യനാട്. ഇവിടെ അവൻ വരത്തനാണ്. അവനെ ഒറ്റപ്പെടുത്താൻ
എല്ലാവരും ശ്രമിക്കുന്നു. മാണിയാണ് മുൻപിൽ. മാണിയുടെ വാക്കുകേട്ട് മറ്റു പലരും. അവൻ എത്ര ശക്തിമാനാണെങ്കിലും എത്ര വലിയ കഴിവുകൾ അവൻ സ്വായത്തമാക്കിയാലും ഇതൊക്കെ ഈ അന്യനാടിൻ്റെ പകയ്ക്ക് മുൻപിൽ നിഷ്പ്രഭമാണ്. ദുസ്സഹമാണ് ഈ പ്രവണത. നാടേത് വീടേത് എന്നൊരു ചോദ്യം. വരത്തൻ. എന്തൊരു വിവേചനം! എല്ലാവരും ഒന്ന്, ഒറ്റക്കെട്ട്. നാടും വർഗവും ജാതിയും മതവും ഒക്കെ വേർതിരിച്ചാലും മനുഷ്യൻ മനുഷ്യനല്ലേ? ചോരയ്ക്ക് ചുവപ്പ് നിറമല്ലേ? അതെ, ഒന്നിനും വ്യത്യാസമില്ല. എന്നിട്ടും പ്രിയരെ, നമ്മുടെ ഈ അധ്യായം ഇവിടെ തുടരുകയാണ് കേട്ടോ. നാളെ ഇതിൻ്റെ അടുത്ത അധ്യായമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.